ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതൾ എൽസ ഒഫീഷ്യൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ചലഞ്ചാണ് അല്ലേ എഴുകൂട്ടെ? എന്ത് ചലഞ്ചാ? കളർ ചലഞ്ച് സംതിങ്. എന്നോട് രാവിലെ വന്ന് പറഞ്ഞ് ഒരു ചലഞ്ച് ഉണ്ട്, ഞാൻ കുറെ നിറം തരും, നിറത്തിന് അനുസരിച്ചുള്ള ഐറ്റംസ് ഗിഫ്റ്റുകൾ എനിക്ക് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ഞാനും ഇയാളും പോയി ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കണമായിരുന്നു. വാങ്ങിച്ചു, തിരിച്ചു വന്നു. പിന്നെ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇതിന് പൈസ കളയുന്ന ചലഞ്ച്, അല്ലെങ്കിൽ ഓസിന് ഗിഫ്റ്റ് വാങ്ങുന്ന ചലഞ്ച്. ഇതല്ലാതെ വേറൊരു ചലഞ്ച് എനിക്ക് പേര് കിട്ടുന്നില്ല. പറയൊക്കെ ഐഡിയ പറഞ്ഞു. അല്ല, എനിക്ക് പേരറിയാൻ പാടില്ലായിരുന്നു. സൂപ്പർ. അപ്പൊ ഇതൊക്കെയാണ് കളേഴ്സ്. ഇതൊക്കെയാണ് കളേഴ്സ്. അപ്പൊ ഈ കളേഴ്സില് ഭാഗ്യത്തിന് ആകെ 7 നിറവേ ഉള്ളൂ, ഇല്ലെങ്കിൽ 10ഉം 12ഉം ഒക്കെ പോയേനെ. അതെ, അപ്പൊ അത് തന്നെ. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. തിങ്കീസ് ഞാനും മിനിക്കുട്ടിയും ഒരു കടയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചേക്കുന്നത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും സ്പ്ലിറ്റ് ആയിട്ട് പോയിട്ടാ വാങ്ങിച്ചത്. എന്റെ ബില്ല് ഞാനാണ് കൊടുത്തത്, വിനുവിന്റെ ബില്ല് വിനുവാണ് കൊടുത്തത്. അപ്പൊ നമ്മളിത് എങ്ങനെ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആദ്യത്തെ കളർ റെഡ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ റെഡ് കളർ എടുക്കുമ്പോ 3, 2, 1 ഇങ്ങനെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, കാരണം മിനിക്കുട്ടി ഈ ചലഞ്ച് കണ്ടിട്ടില്ല. ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അടിച്ചു മാറ്റിയത്. സായികുമാറിനെ അടിച്ചു പറ്റിയതാ, അതാണ്. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. ഗിഫ്റ്റ് എവിടെ? ഗിഫ്റ്റ് ഒക്കെ പുറത്തിരിപ്പുണ്ട്, ഞാനും പോയി എടുത്തോണ്ട് വരട്ടെ. ബൈ ദ ബൈ ഗായ്സ്, ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനിത് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണ്ട. ലിങ്ക് കമന്റ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ലിങ്ക് DM വരും. എന്റെ പൊന്നു ലിങ്ക് ഓക്കെ, റെഡി? റെഡി. അപ്പൊ ഫസ്റ്റ് കളർ ബ്ലൂ. 3, 2, 1 പറയുമ്പോ എടുത്താൽ മതി കേട്ടോ. 3, 2, 1 കുട്ടി കൊറേ കാശ് പൊടിച്ചിട്ടുണ്ട് ഇപ്പൊ. ഇതല്ലേ? അത് തന്നെ. ഇത് എന്തെന്നറിയാവോ? ഇത് എന്റെ ഒരു ഉദ്ദേശത്തിൽ ഇതിലിങ്ങനെ 2 കാലിടും, എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്ന സാധനമല്ലേ? അതും ചെയ്യാം, പക്ഷെ ഇത് മെയിൻ ആയിട്ട് ആംസിനാ യൂസ് ചെയ്യുന്നത്. ഇരുന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചവിട്ടി നിൽക്കണം. എന്തായാലും ചെയ്യാലോ. ഇഷ്ടപ്പെട്ടു. കാശ് കുറെ ലാഭിച്ചിട്ടുണ്ട്. 19 രൂപ. 19 rupees. ഇതിന് എത്ര രൂപ തരൂടാ? 408 രൂപ. 408 രൂപ. യെസ്. കുഴപ്പമില്ല, ഇതെനിക്ക് ആവശ്യമുള്ള സാധനമാണ്. 2 എണ്ണം കണ്ട. അപ്പൊ 10, 10, 20, 20, 10, 30, 40, 38 രൂപ മൊത്തത്തിൽ. ചെറുതുകൊണ്ട് വലുതുകൊണ്ട് കണ്ട. അടുത്ത നിറം പറയും. അടുത്തത് ഗ്രീൻ തരാലോ. 3, 2, 1 ഓർഗാനിക് പ്ലാൻ ഫുഡ് അഥവാ ജൈവവളം. ഇതെന്തിനാണ് എന്റെ ഉണ്ടാക്കിയത്? രാവിലെ ചായ കുടിക്കുമ്പോ ചായപ്പൊടി ഇല്ലെങ്കിൽ ഇതിട്ട് മിക്സി കുടിച്ചാൽ മതി. നല്ല മണ്ണിന്റെ സുഗന്ധവും മണ്ണിന്റെ ഫ്ലേവറും ഉള്ള ചായ കിട്ടും. ഇതിനകത്ത് ഞാൻ നിനക്ക് ഇട്ട് തരാം കേട്ടോ. അയ്യോ, പിടിച്ചോളൂ. സത്യം എന്തിനാ കുട്ടി? കർഷകർ അവിടെ വാങ്ങിയാൽ ഓൺലി 68 rupees. എത്ര ഇത്? 130 രൂപ. അവിടെ ലാഭം ഉണ്ടാക്കിയവൻ. ഇതും കളിമണ്ണ്, തന്റെ തലക്കകത്തും കളിമണ്ണ്. കൊള്ളാം. അയ്യോ, തട്ടിപ്പാടുണ്ട്. ഇതൊക്കെ എന്തോ സാധനമാ. അടുത്തത് നിറം പറ. റെഡ് തരാലോ. റെഡ് ഉണ്ട്. ഇതെങ്കിലും നല്ലതല്ലെങ്കിൽ ലൈവായിട്ട് റെഡ് കാണും. ചോര ഇവന്റെ തലേന്ന്. റെഡ് ഉണ്ട്. റെഡ് നല്ലത് എന്തെങ്കിലും ഉണ്ട് തരാൻ. 3, 2, 1 ഗോ. ഇതെന്തുപാടാ? പീപ്പിയോ? അത് വർക്കും ആവുന്നില്ല. അയ്യോ, പറ്റിച്ച് 20 രൂപ വെറുതെ പോയി. ബേബ്ലേഡ്. അയ്യോ, ഞാൻ പീപ്പി വർക്കാക്കി തരാൻ കേട്ടോ. നിക്കേ, ഇതെന്തിനാണ് എനിക്ക്? കിട്ടി. ഇനി ഊത്തും കൂത്തുമായി സിനിമയുടെ ജീവിതം. ബേബ്ലേഡ് കീറിയ സാധനം പിന്നെ അവര് തിരിച്ചെടുക്കൂല. ഇനി എങ്ങനെ മനസ്സ് മാറിയാലോ? നിനക്ക് എങ്ങനെ മനസ്സിലായി? 3 ഗിഫ്റ്റ് കിട്ടിയപ്പോഴേ ഞാൻ വിചാരിച്ചു അതെല്ലാം തിരിച്ചു കൊടുക്കും. കപ്പിലിതേ കടക്കാര് കാണുന്ന തുപ്പിട്ട കപ്പാണ്. ഒരിക്കലും തിരിച്ചു വാങ്ങിക്കല്ലേ. ഇതിന്റെ ഇതൊക്കെ കീറുവാണി കണ്ട. ഇനി തിരിച്ചു വെക്കണ്ട, ഇങ്ങനെ കീറാം. ഓക്കെ,
ഇത് 3 എന്റെ സ്വന്തം. ബ്ലാക്ക്. ബ്ലാക്കോ? ബ്ലാക്ക് ഈശ്വര, ഞാൻ റെഡിയല്ലേ? ഇയാള് റെഡി ആയിട്ട് ഇപ്പൊ എന്തോണ്ടാക്കാനാ? വല്ല ചുറ്റിയേ കത്തിയാ വല്ലതായിരിക്കും. 3, 2, 1 ഗോ. ആണ്ടവാ സാധിച്ചെടുക്കൂലേ? ഓക്കെ, തൊപ്പി വെച്ചു. 90 rupees യുനോ. ഇത് എത്ര രൂപ അറിയോ? ഇല്ല, 1150 രൂപ. നീ കൊറേ നേടുന്നുണ്ടല്ലോ. ഇത് മറ്റേ ഫോം പില്ലോയാണ് കേട്ടോ. അതായത് ഇവന് ഡ്രൈവ് ചെയ്യുമ്പോ ഇവന്റെ പുതിയ ഈ പില്ലോ വെച്ച് നമുക്ക് ഭയങ്കര ഫുൾ ഫോം ആയിട്ടിരിക്കും. അതും തൊട്ട് നോക്കിയ എന്തൊരു സോഫ്റ്റ് ആണോ, തൊട്ട് നോക്കിയേ. ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ. തല തൊട്ട് നടുവരെ നല്ല സപ്പോർട്ട് ഉണ്ടാവും. ന്യൂയോർക്ക് സ്ട്രീറ്റ്. യാ, അതായത് ന്യൂയോർക്കിലെ സ്ട്രീറ്റ് പോയിട്ട് തെണ്ടാന്ന് തൊണ്ടിക്കുന്നതിനെ കൊണ്ട് ഏത് കഴിയുമ്പോ. അടുത്ത നിറം പറയൂ. യെല്ലോ. മഞ്ഞ തരാലോ, മഞ്ഞ തരാം. മഞ്ഞാണ് ഇതിന്റെ മെയിൻ. 3, 2, 1 ഗോ. എന്താണ് ഇത്? ഇതുകൊണ്ട് എന്റെ കുപ്പികൾ ഉരച്ച് കഴുകാം, പിന്നെ മിച്ചം ഉണ്ടെങ്കിൽ കക്കൂസ് കഴുകാം, പല്ലും തേക്കാം. എന്റെ ഐഡിയ ആയി പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. പൊട്ടിച്ചേ ക്ലോക്ക് ചെയ്യാൻ എനിക്ക് സ്വന്തം. ആഹാ, ചീതമ്മയുടെ ഉദ്ദേശം എന്റെ സമയം വളരെ നല്ലതെന്ന് പറഞ്ഞ സമയം തന്നെ എനിക്ക്. ഇത് മറ്റേ അങ്ങനെ അലാറം അടിക്കുന്ന ക്ലോക്ക്. രാവിലെ ഇത് ഓൺ ആക്കിയിട്ട് കുറച്ച് ദൂരെ മാറ്റി വെക്കും. ഒരു 6 മണിയാകുമ്പോ അടിക്കും. ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, ലൈറ്റ് വൈറ്റ് ഉണ്ടല്ലോ. 3, 2, 1 ഗോ. ഇത് എവിടം കൊണ്ടാടാ വൈറ്റ് കളറ്? സിൽവർ ഒരു തരത്തിലെ വൈറ്റ് ആണ്. ഇത് ഗ്രേ ആണ്. എനിക്കറിയാം താങ്കൾ പറയുമെന്ന്, അതുകൊണ്ട് ഞാൻ ബുദ്ധിപരമായി അടുത്ത് പഠിച്ചിട്ടുണ്ട് വൈറ്റ്. വീണ്ടും ഒരു ഫോൾഡർ. എന്തിനാടാ ഇതിനും വേണ്ടി ഫോൾഡർ? അത് വലുതും ചെറുതും, ഇത് മീഡിയം സൈസ് ഫോൾഡർ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ചീതമ്മയുടെ ലൈഫിൽ അടുക്കും ചിറ്റാക്കി വേണം. അപ്പൊ ലൈഫിനെ നമുക്ക് ഫോൾഡർ ആക്കി തിരിക്കാനുള്ള ഫോൾഡർ ആണ് അത്. ഓക്കെ, മനസ്സിലായ ഫോൾഡർ എന്താണ്? ഫോൾഡർ മോനെ ചോദിച്ചു. എന്തായാലും ഞാൻ പൊട്ടിച്ചേ. ഇത് ചോടാ കൊള്ളാം. രാത്രി ഉറങ്ങുമ്പോ എന്റെ ഓൾറെഡി ബ്ലാക്ക് ഉണ്ട്. ചിതമ്മ ഇത് വെക്കുമ്പോ ചിതമ്മ ഭയങ്കര ഗ്ലാമർ ആട്ടോ. അയ്യോ, செம்ம காண்டில் இருக்க பேசாம இரு. അടുത്ത നിറം പറയൂ. അടുത്ത നിറം ചിലപ്പോ നല്ലത് കിട്ടിയാലോ. വയലറ്റ്. അവസാനത്തെ നിറം വയലന്റ്. താനല്ല വയലന്റ്. 3, 2, 1 ഹൈ. ഇന്നത് വിനക്കുട്ടിയുടെ സ്വഭാവം. ഹൈ, ഇത് കൊല്ലം ചീപ്പ്. ഇത്രയും വാങ്ങിച്ചത് എനിക്ക് ഇത് ഒരെണ്ണം ഇഷ്ടം. വേറൊന്നും കൊണ്ടല്ല, വേറൊന്നും കണ്ടില്ല അവിടെ കൊള്ളാത്തത്. ഇത് മാത്രമേ കണ്ടുള്ളൂ വയലില്. ഇത് കൊള്ളാം, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും കൊള്ളാം. അത് പേനയാ, പേന. കൊള്ളാം. എഴുതി ക്ഷീണിക്കുമ്പോൾ ഇങ്ങനെ തൂത്തുറങ്ങാം നമുക്ക്. എനിക്കിത് മാത്രം മതി, ബാക്കിയെല്ലാം റിട്ടേൺ ചെയ്ത് കാശ് മേടിച്ചു. കഴിഞ്ഞ എന്റെ ദൈവമേ, സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല. ഞാൻ അവിടുത്തെ പൈസ മുടക്കി വാങ്ങിക്കുമ്പോ എനിക്ക് ഉപകാരമുള്ളത് മേടിക്കും. ഞാൻ ഫോൾഡ് ആയി വേണ്ട സംഭവല്ലേ. അപ്പൊ ഞാൻ പ്രത്യേകം പറയാൻ കുട്ടെ, ട്രൈ ടു ബൈ സം ഗേളി തിങ്സ്. തൊപ്പിയൊക്കെ യൂണിസെക്സ് ആണ്. ആ ഞെക്കുന്ന പി യൂണിസെക്സ് ആണ്, അത് വേണം ഉപയോഗിക്കാം. എന്താ ഞാൻ ഞെക്കിയാൽ ഞങ്ങത്തുള്ളത് അല്ലേ? ആണോ? ഫോൾഡറിന് ലിംഗം പോലും ഇല്ല. ഫോൾഡറിന് അറിയാവോ? തിരിച്ചാടാ ഞാൻ പൊട്ടിച്ചു പോയി, തിരിച്ചാൻ പറ്റത്തില്ല. ഇനി കട തിരിച്ചെടുക്കൂല അവര്. അമ്മൂമ്മയുടെ പല്ലുതൊക്കെ. നമ്മൾ ആദ്യം പറഞ്ഞ സിനിമ ബ്ലൂ ആയിരുന്നാ? ബ്ലൂ അല്ല, ബ്ലൂ. ഇതിവന് ഞാൻ 2 കവറ് ബ്ലൂ, വീണ്ടും ബ്ലൂ. ഇത് നോക്കിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇത് ബ്ലൂ അല്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. എന്ത് ടവലാണോ ഇത്? ബാത്ത് ടവൽ. തൊട്ടു സോഫ്റ്റ്. ചിതമ്മ എപ്പോഴും ഒരു കൂറ ടവൽ വെച്ചാ കുളിക്കുന്ന. എപ്പോഴും അതല്ല,
എന്റെ ടവലൊക്കെ കുറച്ച് വർഷം പഴക്കമായല്ല. യാ അത് അലക്കുമ്പോ പിന്നെ കളർ പോകത്തില്ലേ? ഇത് കൊള്ളാം. നമുക്ക് പുതിയ കുഞ്ഞുവാവയെ വാങ്ങിക്കുമ്പോ ഇതില് പൊതിഞ്ഞു വാങ്ങിക്കും. ഞാൻ കുളിക്കാൻ മേടിച്ചാണ് ഞാനത്. അത് കഴിഞ്ഞ് കുളിക്കാലോ. ആ പിന്നല്ലോ. ഇത് വെള്ളായിട്ട് ഇരുക്കുട്ടി ഇനിയും ഉണ്ടോ? കുമ്പിട്ട് വെക്കത്തിട്ടല്ലോ. അല്ല, അടുത്ത കളർ ഏതായിരുന്നു? അടുത്തതും ബ്ലൂ തന്നെ. ഹായ്, പിന്നെ ബ്ലൂവാ? ഹായ്, ചില്ലറ പൈസ ഇട്ട് വെക്കാം. ചിതുമ കൈതാ. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. ഇതിന് ഇതില്ലേ വള്ളി? ആ കീച്ചെയിൻ. കീച്ചെയിനാണ് ഇത്. ഇത് കീച്ചെയിൻ അല്ല, വേണേ കീച്ചെയിൻ പോയി കളയാം. ഇത് കീച്ചെയിൻ അല്ല, വേണേ കീച്ചെയിൻ ഇടാം. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇഷ്ടപ്പെട്ടു. ഇതൊക്കെയല്ലേ ഇവർക്ക് ആദ്യം തരണ്ടേ? അപ്പൊ അതിന് ത്രില്ലില്ല. ആ നല്ല ത്രില്ല്. ഞാൻ എനിക്ക് കൊറേ നേരത്തേക്ക് എനിക്ക് ഭ്രാന്തായി പോയി. അതാണ് എനിക്ക് കാണേണ്ടത്. താങ്ക് യു. കൊള്ളാം. അടുത്ത നിറം പറയൂ. ഇനി എല്ലാ നിറത്തിലും ഉണ്ടോ? ഗ്രീൻ. ഗ്രീൻ. കൊച്ചിന് വേണോന്ന് പറഞ്ഞ ഫോൾഡർ ഗ്രീൻ ഉണ്ട്. എന്റെ ദൈവമേ, ഏതോ ഒരു ദിവസം മാതൃ ഫ്രീ പോയപ്പോ ഞാൻ കൊച്ചിന് വേണോന്ന് പറഞ്ഞ ക്ലിപ്പ് പച്ച. ശരിയായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ക്ലിപ്പ് പൊടിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സ്വീറ്റ്. ഊർത്ത് വെച്ചല്ലേ വീർക്കുട്ടി ഏതാനും ഇതൊക്കെ. ഒന്നും പോരെങ്കിൽ ഇത് കൂടെ വെച്ചു. പച്ച ഗ്ലോ ഐ ഗ്ലാസസാ. ഇത് രാത്രി തിളങ്ങി ഇങ്ങനെ വെച്ചാൽ പച്ച തിളങ്ങി തുടങ്ങിയത്. പച്ച. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാതെ. അമ്മോ ഇയാൾക്കൊന്നും ചിന്തയുണ്ട്. ഇനി വേറെ ഉണ്ട്. ഇനി ഇല്ല. നീ റെഡിനും എന്റെ ഉള്ളത് ഫയലുകൾ തന്നെ. ആദായ വിൽപ്പന ലോട്ട് ഖാലിയാക്കൽ ഒരു നിത്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ്. എടാ എന്തിനാണ് എനിക്ക് ഇതിനു വേണ്ടി ഫയല്? എന്നോ ഒരു ദിവസം എനിക്ക് കുറച്ച് ഫയല് വേണമെന്ന് പറഞ്ഞ ഇപ്പൊ തന്നെ എത്ര ഫയലായി? 2, 3, 4, 5, 6, 7 ഫയലായി. ഇനി ഫയൽ എടുക്കരുത് ഇവർക്കുട്ടെ. ആ കടയിലെ ഫയല് മൊത്തം മേടിച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചിന് റെഡില് ഇതെന്തിനാ ഇവർക്കുട്ടെ കിച്ചടി കയറാത്ത? എനിക്ക് ഗ്ലൗസ്. എനിക്കിനി ഫ്യൂച്ചറിൽ ബേക്ക് ചെയ്യാം. എനിക്ക് കേക്കും സംഭവമൊക്കെ ഉണ്ടാകാൻ ഇഷ്ടമാണ്. അപ്പൊ അതിന് ഞാൻ മേടിച്ചത്. നിനക്ക് അപ്പൊ എന്തിനാ ഇരിക്കുന്നു? ഇത് ചെയ്യാം. എന്താ ബുഷോ? അകത്ത് സ്റ്റാർ ഉള്ളത്. ഇത് കൊള്ളാം. ഞാനടുത്ത് വിരിക്കുട്ടെ ഇനി തല്ലുമ്പോ ഇതിട്ട് തല്ലിയാ മതി. അതാവുമ്പോ സോഫ്റ്റ് ആയിരിക്കും. ഇത് കൊള്ളാം. പിടി. ഇത് കൊള്ളാട്ടോ. ഇത് ഇഷ്ടപ്പെട്ടു. നൈസ്. പിന്നെ കൊച്ചിന് വേണ്ടത് ബ്ലാക്ക്. ഇത് ഞാൻ കണ്ടതാണ്. ഫിയർലെസ് നോട്ട് ഫ്ലോലെസ്. ഇത് ഞാൻ ഇവൻ എടുക്കാതെ വിചാരിച്ചു. പിന്നെ ഇവനെന്തിനാ? എന്റെ ഇരിപ്പുണ്ട്, കുറെ ഡയറി ഇരിപ്പുണ്ട് എനിക്ക്. അവിടെ വേറെ കുറെ പൂക്കി ഡയറീസ് ഉണ്ടായല്ലോ. പക്ഷെ ഇത് തന്നെ കണ്ടപ്പോഴേക്ക് ഓർമ്മ വന്നു. ഫിയർലെസ്സാ ശിതുമ. ഇപ്പം ഫിയർലെസ് ആണ്. പണ്ട് ശിതുമ പേടിത്തൊണ്ടിയായിരുന്നു. ഇപ്പൊ ശിതുമ ഫിയർലെസ് ആണ്. സഹവാസം ശരിയല്ല, അതിന്റെയാണ്. കൂട്ട് ശരിയല്ല. താങ്ക് യു. ബ്ലാക്ക്. പിന്നെന്താ വൈറ്റ്. കൊച്ചിന് വൈറ്റ് തന്നെന്തോ ട്രാൻസ്പെറന്റ് കവറല്ലേ ബോട്ടിലാ. ഇയാള് ക്യാരിങ് ആയ ഗർഭിണിയായപ്പം പറഞ്ഞ കാര്യമാണ്. പുറത്തു പോകുമ്പോഴത്തേക്കും ചില്ല, പ്ലാസ്റ്റിക് അല്ല ചില്ല, പുറത്തു പോകുമ്പോഴത്തേക്കും കാറിനകത്ത് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ക്യാരി ചെയ്യാനായിട്ട് ഒരു കുഞ്ഞി ബോട്ടിൽ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ട്യൂബ് പോലത്തത്. അവിടെ എല്ലാം പ്ലാസ്റ്റിക്. ഞാൻ ചില്ല് തപ്പിയെടുത്ത. താങ്ക് യു. ഇവൻ ഞാൻ പറയണൊക്കെ ഓർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓർത്ത് വെക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കണ ഇവൻ ഇതൊന്നും കേൾക്കുന്നില്ല എന്നാണ്. ഞാൻ അനാവശ്യം കേൾക്കാറില്ല. താൻ പറയുന്നത്, താൻ പറയുന്ന മുക്കാൽ അനാവശ്യമാണ്. കേൾക്കാറില്ലേ? ആവശ്യമുള്ള 10 സിനിമ കേൾക്കാറുണ്ട്. ബേക്കാണ് സാധനം കുറ്റിയൊക്കെ തരട്ടെ. പോളാ. ഓക്കെ, ഇത് ക്യാരി ചെയ്യാൻ എളുപ്പം. ഓക്കെ, ടു ഗുഡ്. താങ്ക് യു. ഉള്ളു കഴിഞ്ഞ ബാക്കി ചാക്ക് മാത്രമേ ഉള്ളൂ. ഇനിയുള്ളൊരു നീണ്ട ബില്ല് എനിക്ക്. സംഭവം എന്നറിയാവോ? ഞാൻ ഇത്രയും വാങ്ങിച്ചു. ഇയാളെ കളിയാക്കാനും ട്രോളാനുള്ള സാധനം മേടിച്ചു.
ഒറിജിനൽ സംഭവം മേടിച്ച് ഞാൻ. ഇതൊന്നും പോരാതെ 10-30 ഫയലും മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. എനിക്ക് എല്ലാം കൂടെ ആയത് 2000 രൂപയായത്. ഇയാൾക്ക് എത്രയായി? 4000, 5000, 4200 രൂപ. ജസ്റ്റ് 4200 രൂപ. ഞാൻ വാങ്ങിച്ചതെല്ലാം നല്ല സാധനമല്ലായിരുന്നു. അതെ അതെ. ഇനിയിപ്പൊ നമുക്ക് ബേബിയുടെ കറക്റ്റ് വെക്കാം. ഇത് കിട്ടിയോണ്ട് ഞാനൊന്നും പറയുന്നില്ല. തീർന്നു, ഇത്ര ഉള്ള. അത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയോ അല്ലെങ്കിൽ കസിൻസ്, സിബ്ലിങ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ കൂടെയോ ജസ്റ്റ് റാൻഡംലി ഒരു 5-6 കളർ പറയുക, എന്നിട്ട് മേടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ അതിങ്ങനെ ഷെയർ ചെയ്യുക. ഭയങ്കര ക്യൂട്ട് ആൻഡ് ഹാപ്പി മൊമെന്റ്സ് ആയിരിക്കും. നമ്മൾ ജീവിക്കുന്നത് തന്നെ എന്തിനാ? സന്തോഷമായിട്ടിരിക്കാനല്ലേ. സോ ഇത്തരം ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ, അല്ലേ വിനുക്കുട്ടെ? അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കണ്ട, ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി ലിങ്ക്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബൈ. ഇതുപോലെ വേറെ എന്തെങ്കിലും ചലഞ്ച് ഒക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഒരു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബൈ.